നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലൊക്കെ ഇത്ര ടെൻഷൻ ആവാൻ എന്തിരിക്കുന്നു? ആരും കാണാതെ ഹോസ്റ്റലിനകത്ത് കയറാൻ എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? നിങ്ങൾ ധൈര്യമായിട്ട് ഹോസ്റ്റലിലേക്ക് വണ്ടി വിട്ടോ, എന്നെ ആരും കാണില്ല. നിന്നെ ആരും കാണാതിരിക്കാൻ നീ ആരും ഇൻവിസിബിൾ മാനോ? ആരും കാണാതെ നീ എങ്ങനെ ഹോസ്റ്റലിൽ കയറുന്ന പറയുന്നേ? അതിനൊരു മാജിക് ഉണ്ട്. മാജിക്കോ? നീയോ? ദേ ഇത് കണ്ടോ, ഇത് മാത്രം മതി മറ്റുള്ളവരുടെ കണ്ണ് കെട്ടാൻ. അതാണ് എന്റെ മാജിക്. നിനക്ക് മാജിക് അറിയോ? ഇവന് മാജിക് ഒരു തേങ്ങാ കൊല അറിഞ്ഞൂട്. ഇവൻ പറയുന്ന കേട്ട് നമ്മൾ ഹോസ്റ്റലിൽ ചെന്നിറങ്ങിയ നമുക്ക് പിടി വീഴുവേ. നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. പട്ടാപ്പകൽ ഹോസ്റ്റലിൽ ചെന്ന് കയറുന്നത് നിസ്സാര കാര്യമല്ല. അതിന് നീ അദൃശ്യനാകേണ്ടി വരും. ഞാൻ അദൃശ്യനാവൂല്ലോ. മൂഴക്കുന്നിൽ വെച്ച് തന്റെ പിന്നിൽ നിന്ന് ഞാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായില്ലേ? ഓർമ്മയില്ലേ? അതിന്റെ ഒരു മാജിക് ആയിരുന്നു. ഞാൻ കുഴപ്പത്തിലാവാൻ ഞാനൊരു കാരണമാവില്ലല്ലോ. നിങ്ങളെ പ്രതിസന്ധിയിലാക്കാനും ഞാൻ കാരണമാവില്ല. ദേ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാ. അതെ, നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തേക്ക് വന്നേ. എന്താ കിരണേ? ഇവൻ പറയുന്ന വിശ്വസിക്കാവോ? ഹോസ്റ്റലിലെത്തിയ ആരും കാണാതെ ഇവനകത്ത് കേറിക്കോളൂ. മോഴക്കുന്നിൽ വെച്ച് അവൻ ഇൻവിസിബിൾ ആയെന്ന് പറഞ്ഞ സത്യമാണോ വൃന്ദേ? ശരിയാ, കുറച്ചു നേരത്തേക്ക് ഞാൻ അവനെ കണ്ടതേയില്ല. പക്ഷേ പെട്ടെന്ന് എവിടുന്നോ വന്നു. അങ്ങനെങ്കി ഇവന് മാജിക് അറിയാമെന്നല്ലേ? മാജിക്കിൽ അങ്ങനെ ചില നമ്പറൊക്കെ ഉണ്ട്. പക്ഷെ ഇവനിതെങ്ങനെ അറിയാമെന്നാ എനിക്ക് മനസ്സിലാവാത്ത. നീ ആരവിന് മാജിക് പോലും പഠിപ്പിച്ചോ? മാജിക്കിന്റെ ABC പോലും ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ ഇക്കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും? ആരവിനെയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് പോണോ? മറ്റുള്ളവരെ കാണാതെ അവനകത്ത് കയറാൻ ആരവ് എന്തൊക്കെ ചെയ്യുന്ന നമുക്കറിയണ്ടേ? അതെ, മാജിക്കിന് വല്ല പുതിയ നമ്പർ ഉണ്ടെങ്കിലേ ഇവൾക്കും പഠിക്കാലോ. പിന്നെ അവൻ പഠിപ്പിച്ചിട്ടുണ്ടോ എനിക്ക് മാജിക് പഠിക്കാൻ? ആരും കാണാതെ അകത്ത് കയറാമെന്ന് അവൻ നല്ല കോൺഫിഡന്റ് ആയിട്ടാ പറയുന്നേ. ആ കോൺഫിഡൻസിന്റെ കാരണം നമുക്ക് അറിയണ്ടേ? തീർച്ചയായും അറിയണം. ആ എന്നാ വാ കേറിക്കോ. നിങ്ങളെന്താ ഇപ്പൊ എന്നെ പറ്റി പറഞ്ഞ? നിന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന കാര്യ ഞങ്ങൾ പറഞ്ഞത്. ആരും കാണാതെ അദൃശ്യനായിട്ട് ഞാൻ അകത്ത് കയറിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ? നിന്നെ ഞങ്ങള് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവാം. അവരാരെങ്കിലും നിന്നെ കണ്ട നിന്നെ ഞങ്ങൾ തള്ളി പറയും. അതെ, ഞങ്ങളുടെ നിലനിൽപ്പ ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം. ആരവേ, നീ ഹോസ്റ്റലിൽ കയറാൻ തയ്യാറായിക്കോ. കിരണേ, നീ വണ്ടി എടുക്ക. അമ്പിളിയുടെ ചെക്കിംഗ് ഉണ്ടാവും. ഇവൻ നമ്മളെ കുഴപ്പത്തിലാക്കൂ. ആരവ്, നീ ഇൻവിസിബിൾ ആവാന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇൻവിസിബിൾ ആവ, ഞങ്ങളൊന്ന് കാണട്ടെ. ആരിവനോ? നിങ്ങളെല്ലാരും അത് വിശ്വസിച്ചോ? ഞാനത് വിശ്വസിച്ചിട്ടില്ല. അമ്പിളി വരുന്നുണ്ട്. അയ്യോ, അമ്പിളി ഒന്ന് വണ്ടി ചേക്കേ, എന്നിട്ട് കഴിവ് കാണിക്ക് ഇൻവിസിബിൾ ആവാൻ. ഇങ്ങനെയാണോ ഇൻവിസിബിൾ ആവുന്നേ? നിങ്ങളുടെ ഫോൺ കിട്ടിയോ? ആ കിട്ടി. ദേ ഇതാണോടോ നിന്റെ പൊട്ട മാജിക്? എനിക്കും കൂടെ നാണക്കേടായിപ്പോയി. ഏറ്റില്ലല്ലേ? വണ്ടിക്കകത്ത് കുനിഞ്ഞിരുന്നിട്ടാണോടാ ഇൻവിസിബിൾ ആവുന്നേ? സത്യം പറഞ്ഞ എനിക്ക് ഇൻവിസിബിൾ ആവാനുള്ള കഴിവൊന്നുമില്ല. പിന്നെ എന്തിനാ നീ കള്ളം പറഞ്ഞ ഞങ്ങളെ കൂടെ പറ്റിച്ചേ? അത് ഇപ്പൊ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറാൻ വേണ്ടി പറഞ്ഞതാ. വേറെ വഴിയില്ലല്ലോ. ചതിയാ, ഇത് സൂപ്പർ ചതിയായി പോയി. ഇവന് നല്ല
ഇടി കൊടുക്കുക വേണ്ട. അയ്യോ. ഡാ മേലിൽ ഞങ്ങളോട് ഈ പണി കാണിക്കരുത്. മേഘ, അനു, അവനൊന്നും ചെയ്യണ്ട.